യെസ്, സുനിലേസൊക്കെ ഈ വിമതരുടെ വളരെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണമുണ്ട് എന്ന് പറഞ്ഞതുപോലെ വിമതർക്ക് മത്സരിക്കാൻ ഓരോ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളൊക്കെ വെച്ച് അവർ മത്സരിച്ചാൽ ഈ വാർഡുകളിലൊക്കെ അതത് മുന്നണികൾക്ക് വലിയ ഭീഷണി ഉണ്ടാക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ചില വാർഡുകളിൽ, അതായത് നേരത്തെ മത്സരിച്ച് അംഗങ്ങളായിരുന്ന ആളുകൾ മത്സരിക്കുന്ന വാർഡുകളിൽ, അതുപോലെ വലിയ തോതിൽ ജനകീയ പിന്തുണയുള്ള വലിയ അടിത്തറയുള്ള സ്ഥാനാർത്ഥികളായി വിമതരായി മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ ഭീഷണി തന്നെയാണ്. മാത്രമല്ല, നമുക്കറിയാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ വലിയ ചെറിയ വോട്ടുകളാണ് അട്ടിമറികൾ നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ 2-3 വോട്ടുകൾക്കൊക്കെ ആയിരിക്കും ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളൊക്കെ നിശ്ചയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിമതൻ പിടിക്കുന്ന വോട്ടുകൾ വലിയ നിർണായകമാകും. അവർ എത്ര വോട്ട് പിടിക്കുന്നു എന്നതല്ല, അതിനപ്പുറത്തേക്ക് അവരവിടെ ജയപരാജയങ്ങൾക്ക് വലിയ സ്വാധീന ഘടകമായി മാറുമോ, ശക്തിയായി മാറുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാതിരിക്കാനാവില്ല. കാരണം ഇവിടെ കോർപ്പറേഷനിൽ BJPക്ക് വലിയ ഗ്രൂപ്പിസമുണ്ട്, വലിയ വടംവലികളൊക്കെ ഉണ്ടെങ്കിലും അവരിത്തവണ അവർക്ക് വിമത ശല്യമില്ല എന്നത് അവർക്ക് ആശ്വാസകരമായ കാര്യമാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മാത്രമല്ല നൗഫൽ, അത് മറ്റ് നഗരസഭകളിലൊക്കെ വലിയ തോതിൽ വിമത ശല്യമുണ്ട്. അത് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയാൽ ആറ്റിങ്ങൽ നഗരസഭയിൽ UDFന് 4 വാർഡുകളിൽ വിമത ഭീഷണിയുണ്ട്. 2 വാർഡുകളിൽ കോൺഗ്രസിനും അവിടെ പ്രധാനമായും 2 വാർഡുകളിൽ കോൺഗ്രസിനും 2 വാർഡുകളിൽ RSPയുമാണ് വിമതരായി അവിടെ മത്സരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ നഗരസഭയിൽ CPMൽ 5 പേര് വിമതരായിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് 4 പേരും BJPയിൽ നിന്ന് ഒരാളും അവരെ വിമതരായിട്ട് മത്സരിക്കുന്നുണ്ട്. വർക്കലയിൽ നഗരസഭയിലെ 6 വാർഡുകളിൽ കോൺഗ്രസിന് വിമതരുണ്ട്. NDAക്കും അവിടെ വിമതനുണ്ട്. നെടുങ്കമാങ്ങാട് നഗരസഭയിൽ ഒരു വിമതനാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അങ്ങനെ വർക്കലയിലും ഇത്തരത്തിൽ 3 വിമതർ വീതം LDFനും UDFനും ഉണ്ട്. അത്തരത്തിൽ എല്ലായിടത്തും ഇത്തവണ വലിയ തോതിൽ വിമതശല്യമുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ കോൺഗ്രസിനെയാണ് വലിയ തോതിൽ വിമതശല്യം അലട്ടിയിരുന്നെങ്കിൽ ഇത്തവണ അത് പക്ഷേ CPMനും വിമതശല്യമുണ്ട്, LDFിൽ തന്നെ വിമതശല്യമുണ്ട്. മാത്രമല്ല, ഈ തിരുവനന്തപുരം ജില്ലയുടെ മറ്റൊരു ചിത്രം കൂടി നമുക്ക് ഇതിനൊപ്പം പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് UDFനെ സംബന്ധിച്ച് അവർ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ച് പ്രചരണമൊക്കെ തുടങ്ങിയെങ്കിലും അവരുടെ മുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കോൺഗ്രസിന് UDFന് സാധിക്കാതെ വന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നഗരസഭയിലെ 18 വാർഡുകളിലടക്കം ജില്ലയിലെ പലയിടങ്ങളിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇവിടെ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. പൂന്തറ പോലെയുള്ള സ്ഥലങ്ങളിൽ സാമുദായിക വോട്ടുകൾ വളരെ പ്രധാനമാണെന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും അവർ പിടിക്കുന്ന വോട്ടുകളും തെരഞ്ഞെടുപ്പിനെ ബാധിക്കും, ജയപരാജയങ്ങളെ ബാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. യെസ്, തലസ്ഥാനത്തെ ചിത്രമാണ് സുനിൽ ഐസക് വളരെ വിശദമായി വ്യക്തമാക്കി.